നമസ്കാരം. ഫണ്ട് ഫിസിക്സിലെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വിഷയം സ്വർണത്തിന്റെയും വെള്ളിയുടെയും വിലയും ഇവയിൽ ഇനി ഒരു കൂടുതലുള്ള നിക്ഷേപങ്ങൾ അവ എത്രത്തോളം നല്ലതാണെന്നുള്ളതിനെ കുറിച്ചും അതുപോലെ തന്നെ ഈ പറഞ്ഞ സ്വർണത്തിന്റെ വെള്ളിയുടെ വില കൂടുന്നത് കൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ എന്ത് മാറ്റങ്ങളാണ് വരുന്നത്, ഏതൊക്കെ കമ്പനികളാണ് ഇത് ബാധിക്കുക എന്നുള്ളതുമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു കാര്യം. ഒട്ടനേകം പേർ ചോദിച്ചിരുന്ന ഒരു കാര്യം എന്തുകൊണ്ടാണ് ഈ പെട്ടെന്ന് സ്വർണത്തിന്റെയും വെള്ളിയുടെയും വില കൂടിയെന്നുള്ളതാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം തുടങ്ങുന്നത് അമേരിക്കയിൽ നിന്ന് തന്നെയാണ്. കാരണം ട്രംപ് അമേരിക്കക്കാരെയൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയുടെ കടം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള വിദ്യകളുമായിട്ട് ഇറങ്ങി. അതിൽ ഏറ്റവും ലളിതമായിട്ടുള്ള ഒരു വിദ്യയാണ് ഡോളറിന്റെ വില കുറയ്ക്കുക എന്നുള്ളത്. ഡോളറിന്റെ വില കുറച്ചു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ നമ്മൾ പറയും ഡീബേസ്മെന്റ് ടെക്നിക്സ് ഒക്കെ പറയും. അപ്പോൾ ഡീബേസ്മെന്റ് ട്രേഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ ഒരു ബേസ് ആയിട്ടിരിക്കുന്ന ഏതൊരു ആസ്തിയുടെയും അതിന്റെ വില കുറഞ്ഞാൽ ആ വില കുറഞ്ഞ ഒരു സാധനമാണ് നമ്മൾ കയ്യിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് അതിന്റെ വില കുറഞ്ഞു പോകുന്നതിന് മുമ്പ് തന്നെ ആ ഒരു ആസ്തി വിറ്റൊഴിവാക്കിയിട്ട് വില കുറയാത്തതോ അല്ലെങ്കിൽ വില ഉള്ളതോ ആയിട്ടുള്ള ഒരു ആസ്തിയിലേക്ക് മാറുക എന്നുള്ളതാണ്. ഇതാണ് സംഭവിച്ചത്. ഇത് ചരിത്രത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ ഇതിനു മുമ്പും ഒട്ടനേകം തവണ സംഭവിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതിധനികരായിട്ടുള്ള പല കുടുംബങ്ങളും ഇതിനു മുമ്പും പാശ്ചാത്യ രാജ്യങ്ങളിൽ ചെയ്തിട്ടുണ്ട്. പാശ്ചാത്യ രാജ്യം മാത്രം നിൽക്കേണ്ട, ഇന്ത്യയിലും അത് ചെയ്തിട്ടുണ്ട്. അതിപ്പോഴും ചെയ്യുന്നു എന്ന് മാത്രം. അതുകൊണ്ട് തന്നെ ഡോളറിനെ കൈയൊഴിഞ്ഞിട്ട് കുറെ പണം സ്വർണത്തിലേക്കും വെള്ളിയിലേക്കും ഒക്കെ ഒഴുകി എന്നുള്ള ഒരു സത്യം നിലനിൽക്കുന്നു ഇന്നത്തെ കാലത്ത് ബിറ്റ് കോയിനിൽ. ഇതാണ് വില കൂടാനുള്ള ഒരു കാരണം. അപ്പോൾ നമ്മൾ സ്വർണത്തിനും വെള്ളിക്കും വില കൂടി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിൽ വെക്കേണ്ട മറ്റൊരു കാര്യം, വെള്ളിക്കാണ് ഇക്കാര്യത്തിൻ്റെ അകത്ത് കൂടുതൽ വില കൂടിയത്. വെള്ളി ഒരു വലിയ നായകനൊന്നും അല്ലെങ്കിൽ കൂടിയും വെള്ളിക്ക് ഏകദേശം 97% കഴിഞ്ഞ ഒരു വർഷത്തിനിടെ വില കൂടിയത്. അതേസമയം സ്വർണത്തിനാണെങ്കിൽ 65% മാത്രമേ കൂടിയിട്ടുള്ളൂ. അപ്പോൾ വെള്ളിയാണ് ഈ കഥയിലെ ഹീറോ. അഥവാ വെള്ളിക്ക് ആനുപാതികമല്ലാത്ത ഒരു വിലവർധനമാണ് ഉണ്ടായത് എന്നർത്ഥം. നമുക്കറിയുന്ന പോലെ തന്നെ വെള്ളിയുടെ വലിയൊരു പങ്കും ഉപയോഗിക്കപ്പെടുന്നത് ആഭരണങ്ങൾ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ആലങ്കാരികമായിട്ട് വെക്കാനോ അല്ല. ഒന്നുകിൽ അത് ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അത് ഇൻഡസ്ട്രിയൽ പർപ്പസിന് വ്യാവസായികമായിട്ടുള്ള ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. നമുക്കറിയുന്ന പോലെ തന്നെ വ്യാവസായികമായിട്ടുള്ള ആവശ്യം എന്ന് പറയുമ്പോൾ ഇപ്പോൾ സോളാർ പാനൽ കമ്പനികൾ അതിന് നോക്കുകയാണെങ്കിൽ സിൽവർ പേസ്റ്റുകൾ പലയിടത്തും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ടൺ കണക്കിന് ഓരോ ദിവസവും ഉപയോഗിക്കുന്നു. അപ്പോൾ അതൊരു ഇരുമ്പോ അല്ലെങ്കിൽ കോപ്പറോ ഒക്കെ പോലെ ഇതും അത്തരത്തിൽ വ്യാവസായികമായിട്ട് ഒരു റെലവൻസ് ഉള്ള ഒരു മെറ്റലാണ്. സ്വർണത്തെ പോലെ അല്ല. സ്വർണത്തിന് ഇല്ല എന്നുള്ളതല്ല പറയുന്നത്, പക്ഷെ വെള്ളിയെ കമ്പയർ ചെയ്യുമ്പോൾ അത് തുലവും തുച്ഛമാണ്. മറ്റൊന്നുള്ളത് വെള്ളിയെ സംബന്ധിച്ച് വില കൂടാൻ നമ്മൾ പറയുന്ന പോലെ തന്നെ ഒരു തവണ ഏതെങ്കിലും ഒരു കമ്മോഡിറ്റിയുടെ വില മുകളിലേക്ക് പോയി കഴിഞ്ഞ് അതിന്റെ റെസിസ്റ്റൻസ് ബാരിയർ ഒക്കെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഒട്ടനേകം പേരുടെ നോട്ടപ്പുള്ളിയായിട്ട് ആ ഒരു കമ്മോഡിറ്റി ആണെങ്കിലും ശരി, ആ ഒരു ഏത് ഇൻസ്ട്രുമെന്റ് ആണെങ്കിലും അത് വരും. അതോടുകൂടിയിട്ട് കൂടുതൽ പേര് ആ ഇതിലേക്ക് പണം കൊണ്ടുപോയി നിക്ഷേപിക്കും. കൂടുതൽ പണം നിക്ഷേപിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഡിമാൻഡ് ഉണ്ടാവുക എന്നാണ് അർത്ഥം. കൂടുതൽ ഡിമാൻഡ് ഉണ്ടായി കഴിഞ്ഞാൽ വീണ്ടും മുകളിലേക്ക് പോകും, വീണ്ടും പണം വരും. ഇതൊരു വിഷ സൈക്കിൾ പോലെ അങ്ങോട്ട് കയറിപ്പോകും. ഇതൊരു പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. അപ്പൊ ഇതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വെള്ളിയുടെ കേസിൽ വെള്ളി ഏകദേശം എന്നുള്ളതിനേക്കാൾ ഏകദേശം 30% വില കുറഞ്ഞിരിക്കുന്ന ഒരു സമയത്ത് പല പത്രമാധ്യമങ്ങളിലും വന്ന ഒരു വാർത്തയാണ്, പല ബൂളിയൻ മാർക്കറ്റിന്റെ അകത്തും ഇന്ത്യയുടെ ഉൾപ്പെടെ ഉള്ള വെള്ളിക്ക് ആവശ്യമുള്ള പല കമ്പനികളും ലോങ് പൊസിഷൻസ് എടുത്തു എന്നുള്ളത്. കാരണം റോ മെറ്റീരിയൽസിന്റെ മുകളിലുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് അത് റിസ്ക് ആയിട്ട് അവർക്ക് എടുക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ. മറ്റൊരു കാരണം ഇതിൻ്റെ അകത്ത് പലപ്പോഴും പലരും പറയാതെയോ അറിഞ്ഞിട്ടോ അറിയാതെയോ വിട്ടുപോയ ഒരു കാരണം, അത് എങ്ങനെയാണ് വിട്ടുപോകുന്നതെന്ന് എനിക്ക് അറിയാൻ പാടില്ല. കാരണം 2 മാസം മുമ്പ് ബ്ലൂംബർഗിന്റെ അകത്ത് വന്ന ഒരു റിപ്പോർട്ടാണ് ലോകമെമ്പാടുമുള്ള കോപ്പർ മൈനുകളിലെ ലഭ്യത കണ്ടമാനം കുറഞ്ഞു വരികയാണ് എന്നുള്ളത്. അതിന് കൂടെ തന്നെ ചേർത്ത് വായിക്കപ്പെട്ട ഒരു കാര്യമാണ് കോപ്പർ മൈനുകളിലെ ലഭ്യത കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഇത് ആത്യന്തികമായിട്ട് വെള്ളിയുടെ സപ്ലൈനെയും ബാധിക്കുമെന്നുള്ളത്. അപ്പോൾ ഇത് പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെട്ട ഒരു വാർത്തയായിട്ടോ അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് എക്സ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിട്ടോ കരുതേണ്ടതില്ല. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടമാനം ലോങ് പൊസിഷൻസ് ഉണ്ടായി എന്നർത്ഥം. കാരണം ഇനി ഒരു വർഷത്തേക്ക് വെള്ളിയുടെ സപ്ലൈയെ കുറിച്ച് പലർക്കും ആശങ്കാകുലരായിരുന്നു, പ്രത്യേകിച്ച് പല ഇൻഡസ്ട്രിയും. അപ്പൊ ഇതുകൊണ്ട് തന്നെ ഈ കണ്ടമാനം ലോങ് പൊസിഷൻസ് പോയതോട് കൂടിയിട്ട് വെള്ളിയുടെ വില കൂടാനും കാരണമായി. അതുകൊണ്ട് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മാസം മുമ്പ് നമ്മൾ ഇതുവരെ സ്റ്റോക്കുകളിൽ മാത്രമായിട്ടുണ്ടായിരുന്ന പലരും ഗോൾഡ് എന്ന് പറയുന്നതിനെ കുറിച്ചോ ഏത് ബൂളിയനെ കുറിച്ചോ തിരിഞ്ഞു നോക്കാതിരുന്നവർ പോലും കഴിഞ്ഞ 2 മാസത്തിന്റെ മുമ്പ്, അതായത് ഏകദേശം ഒരു ജൂലൈ അവസാനത്തോട് കൂടിയിട്ടോ അല്ലെങ്കിൽ ഓഗസ്റ്റ് ആദ്യ ഭാഗത്തോട് കൂടിയിട്ടോ ഇവർ അപ്രതീക്ഷിതമായിട്ട് പല സിൽവറിന്റെയും പൊസിഷൻസ് എടുക്കാൻ തുടങ്ങി. അത് ETF ആകട്ടെ അല്ലെങ്കിൽ കമ്മോഡിറ്റി എക്സ്ചേഞ്ചുകളിലാകട്ടെ. അപ്പോൾ ETF-നെ കുറിച്ച് പറയുമ്പോഴാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സംശയം കുറച്ചു പേര് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങളായിട്ടൊക്കെ ചോദിച്ചിരുന്നത്. അത് മറ്റൊന്നുമല്ല, ഒട്ടനേകം വീഡിയോകൾ പലരും ഒക്കെ കണ്ടിരുന്നു. ETF-കളൊക്കെ ഒരു പ്രീമിയം പ്രൈസിങ്ങിലാണ് ഇപ്പം ലിസ്റ്റ് ചെയ്യുന്നത്. ചിലതൊക്കെ
10 മുതൽ 25% വരെ പ്രീമിയം പ്രൈസിംഗ് ആണ് സ്പോട്ട് മാർക്കറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞിട്ട് ആ ഒരു വീഡിയോകൾ ആരും ഒരാളൊക്കെ അയച്ചു തന്നിരുന്നു. പക്ഷെ കാണാൻ വേണ്ടി സമയം ലഭിച്ചില്ല. പ്രത്യേകിച്ച് നമ്മുടെ ആ ഒരു ഫണ്ട് 360 ഗ്രൂപ്പിലുള്ള ആരോ ആണ് അയച്ചു തന്നിരുന്നത്. പക്ഷേ ഒരു പരിധിവരെ അത് ശരിയാണ്. പക്ഷേ 25% ഒക്കെ പ്രീമിയം പ്രൈസിംഗ് ഉണ്ടോ എനിക്കുള്ളത് അറിയില്ല. അത് വൃത്തിയായിട്ട് ഇന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അറിയുകയുള്ളൂ. പക്ഷേ ETF-കൾക്ക് മിക്കപ്പോഴും അതൊരു പ്രീമിയം പ്രൈസിംഗ് ആണ് ഉണ്ടാകാറ്. അതൊരു പക്ഷേ 3 മുതൽ ഒരു 10% വരെയുള്ള പ്രീമിയം പ്രൈസിംഗ് ആണ് ഉണ്ടാകാറ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ സിൽവറിന്റെ പ്രൈസിംഗ് മെക്കാനിസമാണ് അതിന് പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനം. കാരണം ഈ പ്രീമിയം എന്ന് പറയുന്നത് സ്പോട്ട് എക്സ്ചേഞ്ചുകളിലെ വിലയാണ് ഈ പറയുന്നത്. സ്പോട്ട് എക്സ്ചേഞ്ച് എന്ന് പറയുമ്പോൾ ലണ്ടൻ ആകാം അല്ലെങ്കിൽ ന്യൂയോർക്ക് ആകാം. ഈ പറഞ്ഞ സ്പോട്ട് മാർക്കറ്റിലെ വില അത് US$ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് അത് ഇന്ത്യൻ കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു, ഇന്ത്യൻ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അതിൻ്റെ കൂടെ കസ്റ്റം ഡ്യൂട്ടിയും ടാക്സസും ഒക്കെ ആഡ് ചെയ്ത് കൂട്ടുന്നു. അപ്പോൾ തന്നെ ഏകദേശം 5 മുതൽ 8% വരെ പ്രീമിയം പ്രൈസിംഗ് ആയി സ്പോട്ടുമായിട്ട്. ബാക്കിയുള്ളത് മാത്രമേ സത്യത്തിൽ യഥാർത്ഥത്തിൽ നമുക്ക് പ്രീമിയം പ്രൈസിംഗ് ആയിട്ട് കൂട്ടുവാൻ കഴിയുകയുള്ളൂ. പക്ഷെ എങ്കിൽ പോലും അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 25% എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് യഥാർത്ഥത്തിൽ കുറച്ച് വലുത് തന്നെയാണ്. കുറച്ചൊരു ആശങ്കപ്പെടേണ്ടതാണ്. മറ്റൊന്നും കൊണ്ടല്ല. കാരണം ഈ പറഞ്ഞ പ്രീമിയം ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ സ്പോട്ട് പ്രൈസ് 100 രൂപയും നമ്മളിവിടെ ETF പ്രൈസ് 125 രൂപയും ആണെങ്കിൽ അതിനകത്ത് 110 വരെയുള്ളതിനെ കുറിച്ച് നമുക്ക് കാര്യമായിട്ട് വ്യാകുലപ്പെടേണ്ട. പക്ഷെ ബാക്കിയുള്ള 15 എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സമയത്ത് വെള്ളിയുടെ ഡിമാൻഡ് കുറയുന്ന സമയത്ത് ഈ ഒരു പ്രീമിയംസ്, ഈ അധികമായിട്ടുള്ള ആ ഒരു വില അത് ശുഷ്കിച്ച് വന്നിട്ട് ചിലപ്പം ഒരു 1%ലേക്കൊക്കെ എത്താനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട്. 1% പ്രീമിയമാണ് ഞാൻ പറയുന്നത്. അതായത് ഏകദേശം ഒരു 10% താഴേക്ക് ആ ഒരു ഇൻ ആൻഡ് അറൗണ്ട് എത്താനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട്. ഇന്ന് കൊടുക്കുന്ന പ്രീമിയം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പല ETF-കൾ ഉൾപ്പെടെ പല ഫണ്ട്സ് ഓഫ് ഫണ്ട്സ് ഉൾപ്പെടെ ഇവർ പുതിയ സിൽവറിന്റെ ETF-കൾ പുതുതായിട്ട് തുടങ്ങാനോ ഒന്നും സമ്മതിക്കാത്തത് കൊണ്ട് ജനത്തിന് മൊത്തത്തിലുണ്ടായ ഒരു അപബോധം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിൽവർ എന്തോ കിട്ടാക്കനിയാണ്, അതുകൊണ്ട് പെട്ടെന്ന് പോയി വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ കിട്ടാത്തവർ കമ്മോഡിറ്റിയിൽ അക്കൗണ്ടൊക്കെ ആക്ടിവേറ്റ് ചെയ്ത് അവിടെ വരെ വാങ്ങിക്കാൻ വേണ്ടി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രീമിയംസ് വളരെ കൂടുതലുണ്ടാകും. അതുകൊണ്ട് തന്നെ മുകളിലേക്ക് പോകും. പക്ഷെ താഴേക്ക് വരുന്ന ഒരു സമയത്ത് നിങ്ങൾ മനസ്സിലാക്കുക, ഇത് ഈ ഒരു പ്രീമിയംസ് ഇല്ലാണ്ടായി പോകും. അപ്പോൾ അതുകൊണ്ട് ETF വേണമെന്ന് നിർബന്ധമില്ലാത്തവരെ സംബന്ധിച്ച് നിങ്ങൾ കുറച്ചധികം പൊസിഷൻസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ ഈ ഒരു അവസ്ഥയിൽ പലപ്പോഴും കമ്മോഡിറ്റി മാർക്കറ്റ് ആയിരിക്കും കുറച്ചുകൂടി നല്ലത്. സിൽവറിന്റെ ETF-കളൊന്നും ഇപ്പം നടക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ചില പത്രവാർത്ത മാധ്യമങ്ങൾ കണ്ടിട്ട്, വാർത്തകൾ കണ്ടിട്ട് ചിലരൊക്കെ അവിടെ ആകുലപ്പെട്ടിട്ടൊക്കെ ചില മെസ്സേജുകളൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇത് കിട്ടില്ല, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ETF-കൾ ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് സെക്കൻഡറി മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാൻ കഴിയും. കാരണം AMC-കൾക്കൊന്നും സെക്കൻഡറി മാർക്കറ്റിൽ ഓൾറെഡി ഫ്ലോട്ട് ചെയ്തിട്ടുള്ള ETF-കൾ അതിന്റെ മുകളിൽ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. അവർക്ക് പുതിയ ETF-കൾക്ക് മാത്രമേ ഇവർക്ക് ഈ പറഞ്ഞ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. എന്തുകൊണ്ടാണ് നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നതെന്ന് വെച്ചാൽ 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, അവർക്ക് ഫിസിക്കലായിട്ട് ഈ സിൽവർ വാങ്ങിക്കാൻ കിട്ടുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഈ ഒരു വലിയ പ്രീമിയംസ് ഉള്ളത് കൊണ്ട് തന്നെ നിക്ഷേപകർക്ക് വളരെ നഷ്ടം വരാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം ഈ പ്രീമിയം ഒക്കെ അങ്ങോട്ട് ഇറോഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിലനിൽപ്പിൽ തന്നെ ഏകദേശം 10% നഷ്ടം വരും എന്നുള്ളതുകൊണ്ട്. രണ്ടാമത്തെ കാരണം ഞാൻ അത്ര കാര്യമായിട്ട് എടുക്കുന്നില്ല. കാരണം ഒരു AMC-യും ആ രണ്ടാമത്തെ കാരണം അത്ര കാര്യമായിട്ട് എടുക്കാറില്ല എന്നുള്ളത് കൊണ്ട് തന്നെ. കാരണം ആത്യന്തികമായി ബിസിനസ്സാണ് ഇവിടെ നടത്തേണ്ടത്. അതിനുള്ള എക്സ്പെൻസ് റേഷ്യോ ആണ് ഏത് AMC-യെ സംബന്ധിച്ചും അവരുടെ വരുമാനം. കഴിഞ്ഞ ദിവസം ബ്ലൂംബർഗിൻ്റെ അകത്ത് കണ്ടുള്ള റിപ്പോർട്ട്, ന്യൂയോർക്കിൽ ലണ്ടനിലെ ചാർട്ടേഡ് ഫ്ലൈറ്റിന്റെ അകത്ത് സിൽവർ ബാറുകൾ വരെ കയറ്റി കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർബിട്രേജ് ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആർബിട്രേജ് ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ തന്നെ ഉദാഹരണമായിട്ട് ന്യൂയോർക്കും ലണ്ടനും തമ്മിൽ ചെറിയ വില വ്യത്യാസം ഉണ്ടെങ്കിൽ വില കുറഞ്ഞ സ്ഥലത്ത് നിന്നും വില കൂടിയ സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് വിറ്റ് കഴിഞ്ഞാൽ ആ ഒരു ചെറിയൊരു ബെനിഫിറ്റ്, ആ ഒരു ചെറിയൊരു വില വ്യത്യാസം നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ആർബിട്രേജ് ഒക്കെ പോലെ തന്നെ ആ ഒരു വ്യത്യാസത്തിന്റെ ഗുണം ഉണ്ടാക്കാം എന്നുള്ളത് കൊണ്ട് സാധാരണ രീതിയിൽ ഈ ഒരു പരിപാടി ചെയ്തുകൊണ്ടിരുന്നത് ഗോൾഡിനാണ്. കാരണം ഗോൾഡിന് കൂടിയ വില ഉള്ളത് കൊണ്ട് തന്നെ. പക്ഷേ ഇപ്പോൾ അത് സിൽവറിനും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ചെയ്യുന്നു എന്ന് പറയുന്നു. അപ്പോൾ മനസ്സിലാക്കുക, സിൽവറിന്റെ ഒരു ഗ്ലാമർ കൂടിയൊരു കാര്യം. അടുത്തായിട്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെ ഇൻഡസ്ട്രീനെ ഇത് ബാധിക്കും എന്നുള്ളതാണ്. പ്രത്യക്ഷത്തിൽ ഇത് ബാധിക്കുന്ന ഒരു ഇൻഡസ്ട്രി നമ്മളെ ഈ പറഞ്ഞതുപോലെ EV, ബാറ്ററി, സോളാർ പാനൽ മാനുഫാക്ചേഴ്സ് എന്നിവയാണ്. അടുത്ത ഒരു ക്വാർട്ടർ പ്രത്യേകിച്ച് സോളാർ പാനൽ മാനുഫാക്ചേഴ്സിനെ സംബന്ധിച്ച് മാർജിൻസിന്റെ മുകളിൽ വലിയൊരു ഹിറ്റ് കിട്ടാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലുണ്ട്. മാർജിൻ ഒരു 1% കുറഞ്ഞാൽ പോലും അത്ഭുതപ്പെടാനില്ല. കാരണം റോ മെറ്റീരിയൽ പ്രൊക്യൂർമെന്റ് പ്രത്യേകിച്ച് സിൽവറിനെ സംബന്ധിച്ച് ഇത് വളരെ എക്സ്പെൻസീവായി, ഇത് ആരും മുൻകൂട്ടി കാണാത്ത ഒരു വലിയൊരു റോ മെറ്റീരിയലിന് പോലുള്ള വിലവർധനമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അടുത്ത ക്വാർട്ടറിലെ റിസൾട്ടൊക്കെ വരുമ്പോൾ ഈ ഒരു ചെറിയ ഒരു മാർജിൻസിലുള്ള ഒരു കുറവൊക്കെ
അത് ചിലപ്പോൾ പ്രോഫിറ്റിൻ്റെ അകത്തും ബാധിച്ചേക്കാം. അത് പ്രതീക്ഷിച്ചിരിക്കുക. അപ്പോൾ ഇതിനെ തുടർന്ന് വല്ല വില ഇടിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഈ വില ഇടിഞ്ഞത് അതിൻ്റെ ഫണ്ടമെന്റൽസിനെ കൊണ്ട് ഉള്ള കുഴപ്പം കൊണ്ടല്ല വില ഇടിഞ്ഞത്, പക്ഷേ റോ മെറ്റീരിയൽ പ്രൊക്യൂർമെന്റിലുള്ള വിലവർദ്ധനവ് കൊണ്ടാണ്. അടുത്ത പ്രധാനപ്പെട്ട ചോദ്യം, ഈ വിലവർദ്ധനവ് തുടർന്നുകൊണ്ടേയിരിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്. ഈ വിലവർദ്ധനവ് കണ്ടമാന സമയം തുറന്നുകൊണ്ടിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. വിദഗ്ധർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻവെന്ററി റീഷഫിളിങ് ന്യൂയോർക്കിലെയും അതേപോലെ തന്നെ ലണ്ടൻ വെയർ ഹൗസുകളുടെയും ഇൻവെന്ററി റീഷഫിളിങ് കൊണ്ട് ഒരു പരിധി വരെ സ്വർണത്തിന്റെയും വെള്ളിയുടെയും വില കുറച്ചൊക്കെ താഴേക്ക് വരാനുള്ള ഒരു സാധ്യത ഉണ്ട്. പക്ഷെ അത് എത്ര കാലത്തേക്ക് എന്നുള്ളൊരു ചോദ്യം നിലനിൽക്കുന്നു, പ്രത്യേകിച്ച് വെള്ളിയെ സംബന്ധിച്ച്. കാരണം വെള്ളിയെ സംബന്ധിച്ച് മെക്സിക്കോ ആണെങ്കിലും ശരി, പെറു ആണെങ്കിലും ശരി, ചൈനയാണെങ്കിലും ശരി, ഈ 3 രാജ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ വെള്ളി മൈൻ ചെയ്തെടുക്കുന്നത് കോപ്പറിന്റെ കൂടെ. പക്ഷേ ഈ 3 രാജ്യങ്ങളിലും ഒരു ഉടനെ തന്നെ ഒന്നും പ്രത്യേകിച്ച് ഔട്ട്പുട്ട് കൂടാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് ഈ ഒരു സപ്ലൈ ഡെഫിസിറ്റ് പെട്ടെന്ന് മാറുന്ന കാര്യം കുറച്ച് കുറവാണ്. ആകെയുള്ളൊരു വ്യത്യാസം ഇതിൻ്റെ അകത്ത്, ഇത് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് വാങ്ങിച്ചത് വെള്ളിയുടെ വില ഒരു 10% താഴേക്ക് വന്നു കഴിഞ്ഞാൽ സെല്ലിംഗ് പ്രഷർ കൊണ്ട് വീണ്ടും താഴേക്കുള്ള വരവുണ്ടായാൽ മാത്രമേ ഉള്ളൂ. അല്ലാത്ത രീതിയിൽ സപ്ലൈ കൂടിയതുകൊണ്ട് താഴേക്ക് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇക്കൂട്ടത്തിൽ ഒരു കാര്യം മനസ്സിൽ വെക്കുക, ഓൾറെഡി സ്വർണവും വെള്ളിയും ഒരു പ്രീമിയം പ്രൈസിംഗിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ, ഇത്ര വലിയ റിട്ടേൺസ് ലഭിച്ചത് കൊണ്ട് തന്നെ പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുമാത്രമല്ല ബിറ്റ്കോയിനും റിയൽ എസ്റ്റേറ്റും പോലെയുള്ള ഓരോ ഓൾട്ടർനേറ്റ് അസറ്റ്സിൻ്റെ അകത്തേക്കൊക്കെ ഈ പണം മാറ്റാനുള്ള സാധ്യതകളും വളരെ കൂടുതലുണ്ട്. കാരണം വാല്യൂഷൻ വൈസ് നോക്കുകയാണെങ്കിൽ സ്വർണ്ണമാകട്ടെ വെള്ളിയാകട്ടെ ഇവയെല്ലാം ലോകത്തിലെ പലയിടങ്ങളിലുമുള്ള റിയൽ എസ്റ്റേറ്റ് വാല്യൂഷനേക്കാളും ഉയർന്ന നിലയിലാണ് നിൽക്കുന്നത്. നിങ്ങൾ സ്വർണം വിറ്റിട്ട് മുംബൈയിൽ ഒരു റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്താൽ പോലും, അത് ഫ്രാക്ഷൻ റിയൽ എസ്റ്റേറ്റ് ആകട്ടെ അല്ലെങ്കിൽ സാധാരണ രീതിയിലുള്ള റിയൽ എസ്റ്റേറ്റ് ആകട്ടെ, അത് ഇൻവെസ്റ്റ് ചെയ്താൽ പോലും ഇന്നത്തെ രീതിയിൽ അത് തന്നെയായിരിക്കും വാല്യൂഷൻ വൈസ് മെച്ചം. അപ്പോൾ ഈ ഒരു ഭീഷണി നമ്മൾ മുൻകൂട്ടി കാണണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫിസിക്കലായിട്ടുള്ള ഒരു ഗോൾഡോ സിൽവറോ ഒന്നും അല്ലെങ്കിൽ, നിങ്ങൾ കമ്മോഡിറ്റി എക്സ്ചേഞ്ചിലാണ് നിങ്ങളുടെ എക്സ്പോഷർ എങ്കിൽ എപ്പോഴും ഹെഡ്ജ് പൊസിഷൻസ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇല്ലെങ്കിൽ പലപ്പോഴും വലിയ നഷ്ടങ്ങൾ, MTM ലോസ് ഒക്കെ ഭയങ്കരമായിട്ട് വരാനും മാർജിൻ കോൾസ് ഒക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ടാകും. കാരണം ഒരു ഓവർനൈറ്റ് ഇവന്റ് കൊണ്ടൊക്കെയാണ് പലപ്പോഴും ഇത് സംഭവിക്കാറ്. അതേപോലെ തന്നെ വെള്ളിയെ സംബന്ധിച്ച് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോപ്പ് ലോസ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. അതൊരു വലിയ പ്രോഫിറ്റിലിരിക്കുന്ന ഒരാളാണെങ്കിൽ പോലും നിങ്ങൾ 10% അപ്പുറമുള്ള ഒരു സ്റ്റോപ്പ് ലോസിലേക്ക് കടക്കാണ്ടിരിക്കുക. ഇമ്മീഡിയറ്റ് സ്റ്റോപ്പ് ലോസ് തന്നെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. എന്നിട്ട് ETF ആണെങ്കിലും ശരി, മറ്റേത് ഓപ്ഷൻസ് ആണെങ്കിലും ശരി, ഈ സ്റ്റോപ്പ് ലോസ് വളരെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നോക്കുക. സ്റ്റോക്ക് മാർക്കറ്റിലുള്ളവർ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക, വെള്ളിയുടെ ഈ ഒരു ദൗർലഭ്യം എന്ന് പറയുന്നത് ഇത് താൽക്കാലികമായിട്ടുള്ളൊരു കാര്യമാണ്. ഇതൊരു മാനുഫാക്ചറിംഗ് സൈക്കിളിന്റെ ഭാഗമായിട്ട് മാത്രമേ നമുക്ക് കരുതാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഏറെ ദീർഘകാലത്തേക്കുള്ള ഒരു നിക്ഷേപമായിട്ട് നിങ്ങൾ വെള്ളി വാങ്ങിച്ച് വെക്കുന്നത് എത്രത്തോളം യുക്തിഭദ്രമാണെന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. സാവധാനം ഇതിന്റെ വില കൂടും എന്നുള്ള ഒരു സത്യമാണ്. പക്ഷെ എങ്കിൽ പോലും ഇപ്പൊ കൂടിയതുപോലത്തെ ഒരു കൂടുതലോ അല്ലെങ്കിൽ അത് മറ്റുള്ള അസറ്റ് ക്ലാസിനേക്കാളും കൂടുതൽ ഉള്ള നേട്ടം തരുമോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. ഏകദേശം എല്ലാ ചോദ്യങ്ങൾക്കും കുറച്ചൊക്കെ ഉത്തരം കിട്ടി കാണുമെന്ന് കരുതുന്നു. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.